ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഹോണ്ട ഡിയോ 88,400 കിലോമീറ്റർ ഓടിയാണ് വണ്ടിയാണ്. 88,483 ശരിക്കും കറണ്ട് വണ്ടിയുടെ പേർ കിലോമീറ്റർ. നമുക്ക് സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ചൂടായി കഴിയുമ്പോൾ ശബ്ദ വ്യത്യാസത്തിൻ്റെ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടൊരു കംപ്ലൈൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ കീ സെറ്റ് ഓൾറെഡി താക്കോൽ ഓൺ ചെയ്തിട്ടുമ്പോൾ താക്കോൽ ഊരി പോകുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വിളിക്കുമ്പോൾ പറഞ്ഞാണ്. പിന്നെ അതേപോലെ ബസർ ഫിറ്റ് ചെയ്യണം, ആക്സിലേറ്ററുകൾ മാറ്റാണ്ട്, ഫ്യൂൽ ടാപ്പ് പെട്രോൾ ടാപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യണ ദിവസം പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ, കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞതാണ്. ടാപ്പറ്റിൻ്റെ സൗണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ എഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് അങ്ങനെ വേറെ അങ്ങനെ സൗണ്ട് വ്യത്യാസം അങ്ങനെ പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്തൊന്നുമില്ല വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് അതിൻ്റെ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ട് ജനറൽ സർവീസായിട്ട് നമ്മൾ ചെയ്യുന്ന അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്കിതിപ്പോൾ കിടക്കുന്നത്. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി. കാരണം വെച്ചാൽ വലിയ പഴക്കമായിട്ട് ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് പൊടിയുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ഓയിൽ ഇവിടെ ലീക്ക് ഇത് ആരംഭം തുടക്കമാണ്. കൈയോടെ തന്നെ നമുക്ക് ആ ഓയിൽ സീൽ നമുക്ക് മാറ്റിയിടാം. അതിനുശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൽ അങ്ങനെ പറയത്തക്ക വേറൊരു കംപ്ലയിൻറ്റ് എന്ന് പറയാനായിട്ട് കാണുന്നില്ല. വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവ് റോളറൊക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബെൻഡെക്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല, ഓക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വർക്കിംഗ് ഒക്കെ കറക്റ്റാണ്, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ അതേപോലെ ബെൽറ്റ് നമ്മൾ നോക്കുന്നുണ്ട്, കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നമുക്ക് കിടക്കുന്നത്. അതിൻ്റെ മധ്യഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സെൻട്രൽ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ഇതൊക്കെ, അതിന് വേണ്ടി നമുക്ക് മാറ്റമൊന്നും വേണ്ട, പക്ഷേ ഓടിക്കോളും, അത്യാവശ്യം ഓടിക്കോളും, സംഭവം ഓടാനുള്ളതുണ്ട്. പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ തവണയും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയതുകൊണ്ടാണ്. അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിക്കും, ബ്രേക്ക് ക്യാം ഒന്ന് ഗ്രീസ് ചെയ്യും, അതിന് ശേഷം ബ്രേക്ക് നമുക്ക് സെറ്റ് ചെയ്തിടാം. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം കുറച്ചും കൂടി ഓടാനുണ്ട്. പിന്നെ നമുക്ക് ഈ ടയർ മാറ്റിയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ടയർ മാറ്റുമ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലെയും ടയർ സെയിം അളവാണ്, 10 ഇഞ്ചിൻ്റെയാണ് വീല് ഫ്രണ്ടും ബാക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ടയർ, ഇപ്പോൾ ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ. ആ ടയർ മാറ്റണ സമയത്ത് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആ ഡിസ്കേ പാടി ബാക്കിലേക്ക് അഴിച്ചിട്ടിട്ട് ഇടുമ്പോൾ പുതിയ ടയർ ഫ്രണ്ടിൽ ഇടണോട്ടോ നല്ലത്. കാരണം ഫ്രണ്ടിൽ ടയറും ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മാറ്റി റൊട്ടേറ്റ് ചെയ്ത് ഇടാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ മാക്സിമം നമുക്ക് ബാക്കിൽ ഉപയോഗിച്ച് തീർക്കാനും പറ്റും. വണ്ടി പുതിയ ടയർ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനും സ്മൂത്തായിരിക്കും, ഹാൻഡ്ലിങ് എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ചെറിയൊരു ലീക്ക് ഉണ്ട്, അതൊന്ന്. അതിനേക്കാളും ഉപരി നമുക്ക് അതിൻ്റെ ടാപ്പറ്റ് സെറ്റ് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്, വാൽവ് ലൂസിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഗേജ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ള രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് പിസ്റ്റൺ തേമാനത്തിൻ്റേതായിട്ടുള്ള ചെറിയൊരു അടി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 88,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആവറേജ് ഒരു ടൂ വീലറിനെ സംബന്ധിച്ചൊരു പിസ്റ്റൺ ക്വാളിറ്റി ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്, മാറേണ്ട ഒരു പീരീഡൊക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും കംപ്രഷൻ ലീക്കേജോ പുകയുടെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ അഴിച്ചാലും മതി. അഴിക്കുമ്പോൾ മിക്കവാറും അത് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വന്നേക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ കാർബറേറ്റർ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഓൾറെഡി കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുള്ളൂ. അതിൻ്റെ ഫ്ലോട്ട് വാൽവൊക്കെ ആയാലും നമുക്കൊന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. സ്ലോ ജെറ്റൊക്കെ ആയാലും കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വെറുതെ പെട്രോളിൽ കഴിയുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. ക്ലീനർ ആകുമ്പോൾ വെച്ചാൽ കറക്റ്റ് അതിൻ്റെ ആ ഹോളിൻ്റെ ഉള്ളിലേക്കിടെയൊക്കെ നോസിൽ കയറി പോവുകയും കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടുന്ന കാർബണൊക്കെ കറക്റ്റായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ ഈ ഫ്ലോട്ട് വാൽവിനായാലും ചെറിയൊരു സ്റ്റെപ്പ് വീണിട്ടുണ്ട് കറക്റ്റായിട്ട് ഡിപ്പ് തന്നെ ഭാഗത്തിട്ടാം. കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്ത് തരാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ ഓവർഫ്ലോ വരാറുണ്ട്, എന്നാലും നമുക്ക് ക്ലീൻ ചെയ്തിടാം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലാൻഡറൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലാൻഡർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് വീലിലും ഹബിനൊന്നും പറയാത്ത കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ടയറായാലും അപ്പോളോൻ്റെ കമ്പനി മോഡൽ, അതായത് സാപ്പർ മോഡൽ ആണ് ടയർ കിടക്കാൻ. ശരിക്കും ഇതാണ് നല്ല ടയർ കേട്ടോ. കാരണം ഈ മോഡൽ ഇതിപ്പോൾ ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം നമുക്ക്. അപ്പോളോ, സീറ്റ്, MRF ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം.
പക്ഷെ നമുക്കതിൻ്റെ ഈ ഡിസൈൻ പാറ്റേൺ ആണ് കുറേ കൂടി ബെറ്റർ. കാരണം നമ്മൾ പല ഇതും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് ആ വണ്ടി വരുന്ന മോഡൽ തന്നെ ഇടുമ്പോഴാണ് നമുക്ക് ഓടിക്കാൻ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുകയാണ്. തന്നെ അത്യാവശ്യം കിലോമീറ്റർ നമുക്ക് ഉപയോഗിക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ടയർ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ ബാക്ക് ടയറാണ് തീരുള്ളൂ. അപ്പോൾ തീരുന്ന ഈ ടയർ അങ്ങനെ ബാക്കിലേക്ക് ഇടാം. കാരണം ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡ് റൈറ്റ് സൈഡ് ചെറിയൊരു തേയ്മാനം കാണാം നമുക്ക്. അത് സ്കൂട്ടർ മോഡലിൻ്റെ എത്രയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ റെഡി ആക്കിയാലും റൈറ്റ് സൈഡിൽ ഒരു അല്പം തേയ്മാനം ഏത് ടയറിനും കാണാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിലത്തെ ബുഷുകൾ, ഈ ഗ്രീൻ ബുഷ് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്കിൻ്റെ ബുഷുകൾക്ക് കുഴപ്പമില്ല, അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമുക്കിതും ഇരിക്കുന്നത്. 12 വോൾട്ട് 4 ആമ്പിയർ വരുന്ന ബാറ്ററിയാണ് നമുക്ക് ഡിയോ ഈ മോഡലിന് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.77 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം കാർബൺ ഡെപ്പോസിറ്റ് ഹെഡിന് ഉണ്ടെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാനായിട്ട്. കാരണം ഒരല്പം അതായത് പൊളിഞ്ഞു പോരുന്ന ടൈപ്പ് രീതിയിലുള്ള ഒരു കാർബണാണ് ഇതിനകത്ത് കാണുന്നത്. എൻജിൻ ഓയിൽ പിന്നെ മാറ്റം ഉണ്ടാകുന്ന പറഞ്ഞേക്കണേ, മാറ്റിയിട്ട് ഒരുപാട് ആയില്ലാന്ന് പറഞ്ഞു. അപ്പോൾ കാരണം തൽക്കാലം ലെവലൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ താക്കോൽ ഓണായി കഴിഞ്ഞിട്ടും കീ സെറ്റ് കീ ഊരി പോകുന്നുണ്ട്. അതായത് താക്കോൽ കീ ഇട്ട് നമ്മൾ ഓണാക്കി ഊരി പോരും, ചാടി പോരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഈ ഇതിൻ്റെ ഈ യൂണിറ്റിൻ്റെ ഉള്ളിൽ ഒപ്പാണ് തേയ്മാനം വന്നേക്കുക. നമുക്കപ്പോൾ അങ്ങനെ സെറ്റേപ്പടി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. അതായത് ഈ യൂണിറ്റും താക്കോല് ബാക്കിൽ വരുന്ന സീറ്റിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു അങ്ങനെ അത്ര അടക്കമാണ് നമുക്ക് വരാം. അപ്പോൾ അതും കൂടി മാറ്റിയേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും പ്രകാരം നമ്മൾ എസ്റ്റിമേറ്റിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന വർക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ട കേസാണ്. ആക്സിലേറ്റർ കേബിളും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. ടൈറ്റ് ഉണ്ട് നല്ല രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.